ഒരുപക്ഷെ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ഇതുപോലെ പെരുന്നാളും ജുമുഅയും കൂടിയായിരിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനുള്ളത്, പെരുന്നാൾ മാസപ്പിറവി പെരുന്നാൾ വെള്ളിയാഴ്ചയാണെങ്കിൽ അന്ന് പെരുന്നാൾ നിസ്കാരം മതി, ജുമുഅ വേണ്ടതില്ല എന്ന ചില പ്രചാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ആളുകളുടെ ഇബാദത്തിനെ നശിപ്പിക്കാനുള്ള ഏർപ്പാടാണ്. അതിനായി ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെയൊക്കെ സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട്. പെരുന്നാൾ നിസ്കാരം സുന്നത്തായ നിസ്കാരമാണ്. ജുമുഅ നിസ്കാരം ഫർളാണ്, ഫർള് ഐനാണ്. ഓരോരുത്തർക്കും നിർബന്ധമായി പങ്കെടുക്കൽ ബാധ്യതയുള്ളതാണ് പെരുന്നാൾ നിസ്കാരം. സുന്നത്ത് മുഅക്കദായ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചു എന്നതുകൊണ്ട് നിർബന്ധ ബാധ്യതയാകുന്ന പെരുന്നാൾ നിസ്കാരം നമുക്ക് നഷ്ടപ്പെടുന്നില്ല, നമുക്ക് ജുമുഅ നിസ്കാരം നമുക്ക് ഒഴിവാകുന്നില്ല, ഒഴിവാക്കാൻ പാടില്ല, തെറ്റാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില ആളുകളോട് പെരുന്നാളിന്റെ അന്ന് വന്നിട്ട് പറഞ്ഞല്ലോ, ഇന്ന് 2 ജുമുഅയുണ്ട്, അതുകൊണ്ട് പെരുന്നാൾ ജുമുഅയിൽ പങ്കെടുത്തവരെങ്കിൽ പോയിക്കൊള്ളുക, നിങ്ങൾക്ക് രണ്ടാമത്തെ ജുമുഅയിൽ പങ്കെടുക്കണ്ട എന്ന് ചില ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചില ആളുകൾ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ആ സന്ദർഭത്തെ കുറിച്ച് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്തെ പള്ളിയിലേക്ക് ജുമുഅക്ക് വന്നിരുന്നവർ ആരൊക്കെയാണ്? ജുമുഅക്ക് വന്നിരുന്നവർ മദീന നിവാസികളായ ആളുകൾ ജുമുഅക്ക് വരും. എന്നാൽ 10-12 കിലോമീറ്റർ അപ്പുറത്ത് മദീനയുടെ ഉയർന്ന ഭാഗങ്ങളിലുള്ള ഗ്രാമങ്ങളിലുള്ള ആളുകൾ ജുമുഅക്ക് വരും. അവരുടെ നാട്ടിൽ ജുമുഅ നടത്തൽ അവർക്ക് നിർബന്ധമില്ല, പക്ഷെ ബാങ്ക് കേട്ടാൽ അവർക്ക് ജുമുഅക്ക് വരൽ നിർബന്ധമാണ്. അങ്ങനെയുള്ള ആളുകൾ 10-12 കിലോമീറ്റർ നടന്നുകൊണ്ട് പള്ളിയിലേക്ക് വരും. അപ്പൊ മദീന നിവാസികളായ ആളുകൾക്ക് ജുമുഅ നിർബന്ധമാണ്. അവരാണ് ജുമുഅ നടത്തേണ്ടത്, ജുമുഅ നിർത്തേണ്ടത് അവരാണ്. എന്നാൽ അകലെയുള്ള ആളുകൾക്ക് ബാങ്ക് കേട്ടാൽ ജുമുഅക്ക് വരാൻ ബാധ്യതയുള്ളവരാണ്. ആ ബാങ്ക് കേട്ടാൽ ജുമുഅക്ക് വരേണ്ട ആളുകൾക്ക് തന്നെ അവർക്ക് വരാൻ എന്തെങ്കിലും മശക്കത്തോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ജുമുഅ അവർക്ക് നിർബന്ധമില്ല. ആ നാട്ടിൽ ജുമുഅ നിർബന്ധമില്ല, ബാങ്ക് കേട്ടാൽ വരണം. അങ്ങനെയുള്ള ആളുകൾ മദീന പള്ളിയിൽ ജുമുഅക്ക് പെരുന്നാളിന്റെ അന്ന് വന്ന് നിസ്കാരം കഴിഞ്ഞപ്പോൾ അവരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ജുമുഅയിൽ പങ്കെടുത്തുകൊണ്ട് പെരുന്നാളിന്റെ നിസ്കാരം കഴിഞ്ഞ് ഇനി അടുത്ത ജുമുഅക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോയിട്ട് വരാനുള്ള സമയമില്ല. പിന്നെ പോയിട്ട് അത്രയും ദൂരം പോയി മടങ്ങി വരവർക്ക് മശക്കത്താണ്. മശക്കത്തുള്ളവർക്ക് ജുമുഅ നിർബന്ധമില്ല. അതുകൊണ്ട് അത്തരക്കാരായ ആളുകൾ രണ്ടാമത്തെ ജുമുഅയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് അവരോട് പറഞ്ഞതാണ്. അതാണ് ആ ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണാം, ഫമൻ ശാഅ അജ്സഅഹു മിനൽ ജുമുഅതി എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു, വഇന്നാ മുജ്മിഊൻ, ഞങ്ങൾ ഇവിടെ ജുമുഅ നടത്തുന്നുണ്ട്. ആരെ? ഞങ്ങൾ മദീന നിവാസികൾ. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പോലെ, മാലിക് ഇമാമിനെ പോലെയൊക്കെയുള്ള പണ്ഡിതന്മാർ ഇത് കർശനമായി പറഞ്ഞത്. അത് മാത്രമല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സമാനമായ സംഭവം ഉണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൃത്യമായി അന്ന് വന്ന ആളുകളോട്, വെള്ളിയാഴ്ച പെരുന്നാളായി, ആ പെരുന്നാളിന്റെ വന്ന ആളുകളോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് 2 പെരുന്നാളാണ്, ഒന്ന് ജുമുഅയും ഒന്ന് പെരുന്നാളും. അതുകൊണ്ട് ഫമൻ അഹബ്ബ മിൻ അഹ്ലിൽ ആലിയതി, ഉസ്മാൻ റളിയല്ലാഹു പറയാ, വിദൂര ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ആർക്കെങ്കിലും അവർക്ക് പോകണമെങ്കിൽ, ജുമുഅയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ കാത്തിരിക്കണമെങ്കിൽ അവർക്ക് ഇരിക്കാം, അല്ലെങ്കിൽ അവർക്ക് പോകാം. ഇതാർക്ക് മാത്രം ബാധകമാണ്? അഹ്ലുൽ ആലിയത്ത്, വിദൂരത്ത് നിന്ന് വന്ന ആളുകൾക്ക്. അപ്പൊ ജുമുഅയ്ക്ക് 2 ജുമുഅയുടെ നിർബന്ധം എന്ന് പറഞ്ഞാൽ 2 നിർബന്ധമാണ്. ഒന്ന് ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമാണ്, ഒന്ന്. മറ്റൊന്ന് ജുമുഅ നടത്തൽ നിർബന്ധമാണ്. ഇപ്പൊ മുസ്ലിമീങ്ങൾ 40 ആളുകളുടെ പ്രദേശം ജുമുഅ നടത്തലും നിർബന്ധമാണ്, പങ്കെടുക്കലും നിർബന്ധമാണ്. നടത്തൽ നിർബന്ധമില്ലാതെ പങ്കെടുക്കൽ മാത്രം നിർബന്ധമുണ്ടായിരുന്ന ദൂരെയുള്ള ആളുകളോട് അവർക്ക് കൊടുത്ത ഇളവാണ് ഈ പറഞ്ഞത്. ആ ഇളവിനെ ദുരുപയോഗപ്പെടുത്തി ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് നാട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് ദീന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അത് ജനങ്ങളുടെ ഇബാദത്തിനെ ഫസാദാക്കലാണ്. അതുകൊണ്ട് ആരും അത്തരം തെറ്റിദ്ധാരണകളിൽ വഞ്ചിതരാകരുത്. പെരുന്നാളിന്റെ അന്ന്, പെരുന്നാളിന്റെ ജുമുഅ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവർക്കും ഫർദു ഐനായ ബാധ്യതയായിട്ടുള്ള ജുമുഅ നിസ്കാരം നിർവഹിക്കാൻ തന്നെ വരണം. ആ കാര്യത്തിൽ ഈ റമളാൻ മാസത്തിൽ വെറുതെ നമ്മുടെ ഇബാദത്തുകളെ നഷ്ടപ്പെടുന്ന ചർച്ചകളുടെ ഭാഗമാകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഇമാമിയങ്ങളും പണ്ഡിതന്മാരും ഒക്കെ കർശനമായി അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള, അതൊക്കെ നേരത്തെ ചർച്ച, കേരളത്തിൽ ഒരുപാട് പെരുന്നാൾ ഇങ്ങനെ കഴിഞ്ഞതാണ്. പണ്ട് ഇതൊക്കെ ഇന്ന് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്ന ആളുകൾ, അവർ ഇന്ന് ഓതുന്ന ഹദീസുകളൊക്കെ ദഈഫാണ് എന്ന് ഇവരുടെയൊക്കെ പഴയ നേതാക്കന്മാർ എഴുതിയ പുസ്തകങ്ങൾ വരെ ഇന്ന് നിലവിലുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് ഇങ്ങനെ ഈ 10 കൊല്ലം കൂടുമ്പോൾ ഇങ്ങനെ ദീന് മാറ്റി കൊടുക്കുന്ന ഒരു പരിപാടി ആളുകളുടെ ദീനിനെ നശിപ്പിക്കലാണ്. അപ്പൊ റമളാൻ മാസത്തിൽ അത്തരത്തിലുള്ള ചർച്ചകളിൽ നിന്നൊക്കെ നമ്മൾ പരമാവധി വിട്ടുനിൽക്കുക. അവസാന സമയമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.